എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിച്ചേക്കും. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ഇതിലും അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ എന്ത് ചെയ്യും, വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിച്ചേക്കും. അപ്പോൾ 5-ാം തീയതി വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കും എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത് അഡ്മിഷൻ ഷെഡ്യൂളിൽ. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും എന്ത് ചെയ്തിരുന്നു, പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിരുന്നു, ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, തേർഡ് അലോട്ട്മെൻറ്റും ഒരു ദിവസം നേരത്തെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ കണക്കിന് വെച്ച് നോക്കുമ്പോൾ ഒരു 90-95%, ഉറപ്പൊന്നും പറയുന്നില്ല, ഒരു 90-95% എന്ത് ചെയ്തേക്കും, റിസൾട്ട് നാളെ രാത്രിയോടെ, ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നത് രാത്രി 10 മണിക്കായിരുന്നു. അത് കൃത്യമായി തന്നെ സ്കറിയ ഫോട്ടോക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നാളെ രാത്രിയോടെ തന്നെ ചിലപ്പോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്ത് കൊടുക്കുന്നതാണ്, ഉപകാരം ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം എന്താണ്, പല വിദ്യാർത്ഥികൾക്കും പറഞ്ഞ ടൈമിൽ പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം വെച്ചാൽ സൈറ്റ് ഡിലേ ആകും. സൈറ്റ് ഡിലേ ആകുമ്പോൾ തന്നെ പ്രശ്നം, ഇപ്പോൾ 100 വിദ്യാർത്ഥികൾ ഒരുമിച്ച് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ 100 പേർക്കും റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ 100 പേര് കയറിയത് കൊണ്ട് തന്നെ ഒരുത്തന് പോലും തങ്ങളുടെ റിസൾട്ട് കിട്ടിയില്ലയോ അല്ലെങ്കിൽ ടെമ്പററി എടുത്തിരിക്കുന്നവർക്ക് മാറിയില്ലയോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ പറഞ്ഞതിലും നേരത്തെ പ്രസിദ്ധീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, എല്ലാ വിദ്യാർത്ഥികളും തന്നെ അറിഞ്ഞ് കേട്ട് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, നേരം വെളുക്കും രാത്രി വിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ കുറേ വിദ്യാർത്ഥികൾ ഓൾറെഡി റിസൾട്ട് നോക്കിയിട്ടുണ്ടാകും, കുറേ പേർ നോക്കാൻ ബാക്കിയുണ്ടാകും. അപ്പോൾ അറിഞ്ഞ് കേട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, സൈറ്റിൻ്റെ ഡിലേയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ സൈറ്റ് ബ്ലോക്കൊക്കെ മാറിയിട്ടുണ്ടാകും. കാരണം സൈറ്റ് ബ്ലോക്ക് ആവില്ല, കാരണം കുറച്ച് വിദ്യാർത്ഥികൾ, ഓരോ വിദ്യാർത്ഥികളും അറിയുന്ന അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സൈറ്റിൽ പ്രവേശിക്കുകയും റിസൾട്ട് പരിശോധിക്കുകയും ചെയ്യുകയുള്ളൂ. റിസൾട്ട് പരിശോധിക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത്, റിസൾട്ട് പറഞ്ഞതിലും എപ്പോഴും ഒരു ദിവസം നേരത്തെ പുറത്തുവിടുന്നത്. അത് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായി. ഇനി റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക നോക്കാം. ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം FYUG CAP 2024 എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID യും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ഇതിലും അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതിലും ഈ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് വേണ്ടത്. ഇതിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സൗണ്ട് കിട്ടാതെ വന്നിട്ടുണ്ടാവും. അതായത് കുറച്ച് 2 സെക്കൻഡൊക്കെ ഞാൻ നിർത്തിയിട്ടുണ്ടാവും. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ വോയിസിന് നല്ല സ്ട്രെങ്ത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് എന്ത് ചെയ്യുന്നത്, ഒരു 10 സെക്കൻഡൊക്കെ മിണ്ടാതിരിക്കുന്നത്. അത് അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത്. അതിനൊക്കെ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും ഇതിൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അവസരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ അങ്ങനെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. സ്പോട്ട് അഡ്മിഷൻ വരെ എന്തുണ്ട്, നിങ്ങൾക്ക് ടൈമുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപേക്ഷിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് 100% ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഒരു കാര്യം സംഭവിക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും പറഞ്ഞതിൽ ഒരു ദിവസം നേരത്തെ വന്നു. തേർഡ് അലോട്ട്മെൻറ്റും അങ്ങനെ വരികയാണെങ്കിൽ, പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ തേർഡ് അലോട്ട്മെൻറ്റ് വരികയാണെങ്കിൽ നാളെ വന്നിരിക്കും. കാരണം 5-ാം തീയതി വരുമെന്ന് അഡ്മിഷൻ ഷെഡ്യൂൾ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെയായ 4-ാം തീയതി എന്ന് പറയുന്നത് നാളെയാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ജൂലൈ 3 അപ്പോൾ ജൂലൈ 5 തേർഡ് അലോട്ട്മെൻറ്റ് വരുമെന്ന് അഡ്മിഷൻ ഷെഡ്യൂൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും പറഞ്ഞതിൽ ഒരു ദിവസം നേരത്തെ വരുമ്പോൾ തേർഡ് അലോട്ട്മെൻറ്റും എന്ത് ചെയ്യും, പറഞ്ഞതിൽ ഒരു ദിവസം നേരത്തെയായ ജൂലൈ 4 നാളെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ, ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.